ഹലോ ഫ്രണ്ട്സ്, നമുക്കപ്പോൾ ഇന്ന് ജാവയുടെ പുതിയൊരു ടോപ്പിക്കിലേക്ക് കടക്കാം. ഡേറ്റ ടൈപ്സ്. അപ്പോൾ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ടോക്കൺസിനെ കുറിച്ച് പഠിച്ചു, ജാവയുടെ ഇൻട്രൊഡക്ഷനൊക്കെ കണ്ടായിരുന്നു. ആ വീഡിയോസ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഡേറ്റ ടൈപ്സ് സ്പെസിഫൈ ദ ഡിഫറെൻറ്റ് സൈസസ് ആൻഡ് വാല്യൂസ് ദാറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ദ വേരിയബിൾ. അതായത് ഇപ്പോൾ നമ്മൾ ഒരു പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ഒരു കോഡിങ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് ഡേറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് കുറേ മെമ്മറി ലൊക്കേഷൻസ് നമ്മൾ അലോക്കേറ്റ് ചെയ്യും. ആ മെമ്മറി ലൊക്കേഷനിൽ നമ്മൾ എന്ത് ടൈപ്പ് ഡേറ്റയാണ് സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ഒരു ടൈപ്പ് ഓഫ് ഡേറ്റയ്ക്ക് ഒരു സൈസ് കാണും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ സ്പെസിഫൈ ചെയ്യുന്നതിനാണ് നമ്മൾ ഡേറ്റ ടൈപ്സ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു വേരിയബിളിൻ്റെ ഒരു മെമ്മറി ലൊക്കേഷൻ കൊടുക്കുന്ന പേരാണ് വേരിയബിൾ. ഒരു വേരിയബിളിൻ്റെ പല പല സൈസുകളും അതിൻ്റെ വാല്യൂസും സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഡേറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. ഡേറ്റ പല ടൈപ്പിലുള്ളത് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഏത് ടൈപ്പിലുള്ള ഡേറ്റയാണ് നമ്മൾ കോഡിങ്ങിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. അതിനുള്ളൊരു കൺസെപ്റ്റാണ് ഡേറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ജാവയിൽ ബേസിക്കലി 2 ടൈപ്പ് ഡേറ്റ ടൈപ്സ് ആണ് ഉള്ളത്: പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പ് ആൻഡ് നോൺ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പ്. പ്രിമിറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ബിൽറ്റ് ഇൻ ഡേറ്റ ടൈപ്സ് ആയിരിക്കും പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സ്. ഈ ഒരു ജാവ എന്നുള്ള ലാംഗ്വേജിനുള്ളിൽ തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ബേസിക് ഡേറ്റ ടൈപ്സിനെയാണ് പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. അതിനുള്ളിൽ തന്നെ മെയിൻലി 2 ടൈപ്പ് ഉണ്ട്: ന്യൂമറിക് ആൻഡ് ബൂളിയൻ. ബൂളിയൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് ക്ലാസിഫിക്കേഷൻ ഒന്നുമില്ല. ബൂളിയൻ എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഡേറ്റ ടൈപ്പ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡേറ്റ ടൈപ്പിൻ്റെ പേര് എപ്പോഴും സ്മോൾ ലെറ്ററിൽ അല്ലെങ്കിൽ ലോവർ കേസ് ലെറ്ററായിട്ട് മാത്രമേ എഴുതാവൂ, അത് മറക്കരുത്. അപ്പോൾ ബൂളിയൻ എന്ന പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പിനുള്ളിൽ ബൂളിയൻ എന്നുള്ള BOOLEN ബൂളിയൻ എന്നുള്ള ഡേറ്റ ടൈപ്പാണ് വരുന്നത്. ബൂളിയൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കമ്പ്യൂട്ടറിലുള്ള ബൂളിയൻ എന്നുള്ളൊരു ടേം നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ട്രൂ അല്ലെങ്കിൽ ഫോൾസ് സ്റ്റോർ ചെയ്യുന്നൊരു വേരിയബിൾ, അതിനെയാണ് ബൂളിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ബൂളിയൻ ഡേറ്റ ടൈപ്പിൻ്റെ അകത്ത് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് അങ്ങനെ 2 ടൈപ്പാണ് വരുന്നത്. ട്രൂ എന്നുള്ളതിന് 1 എന്നുള്ള നമ്പർ യൂസ് ചെയ്തും ഫോൾസ് എന്നുള്ളതിന് 0 എന്ന നമ്പർ യൂസ് ചെയ്തുമാണ് സേവ് ചെയ്യുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ മിഷൻ ലാംഗ്വേജ് മാത്രമേ അറിയാവൂ, അല്ലെങ്കിൽ ബൈനറി ലാംഗ്വേജ് മാത്രമേ അറിയാവൂ. ബൈനറി ലാംഗ്വേജിൽ 0യും 1 മാത്രമേ ഉള്ളൂ. അതൊക്കെ നമ്മൾ മുന്നേ പ്രീവിയസ് സിയുടെ ഒക്കെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. സോ 1ഉം 0യും മാത്രമേ അറിയാവൂ. അതുകൊണ്ട് തന്നെ ഫോൾസ് എന്നുള്ളതിന് 0 എന്നും ട്രൂ എന്നുള്ളതിന് 1 എന്നുള്ള നമ്പേഴ്സ് യൂസ് ചെയ്ത് ബൈനറി നമ്പേഴ്സ് യൂസ് ചെയ്താണ് ബൂളിയൻ ഡേറ്റ ടൈപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പ്രിമിറ്റീവിനകത്ത് വരുന്ന ന്യൂമറിക് ഡേറ്റ ടൈപ്സ്. ന്യൂമറിക്കിൻ്റെ അകത്ത് എഗെയിൻ 2 എണ്ണം ഉണ്ട്. ന്യൂമറിക് എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്പേഴ്സ് അങ്ങനെയുള്ള കാറ്റഗറിയൊക്കെയാണ് വരുന്നത് മെയിനായിട്ട്. സോ ന്യൂമറിക്കിനുള്ളിൽ ഇൻ്റഗ്രൽ ഡേറ്റ ടൈപ്പും ഉണ്ട്, ക്യാരക്ടർ ഡേറ്റ ടൈപ്പും ഉണ്ട്. ക്യാരക്ടർ ഡേറ്റ ടൈപ്പിൻ്റെ കീവേഡ് എന്ന് പറയുന്നത് CHAR ആണ്, CHAR. അപ്പോൾ സിംഗിൾ ആയിട്ട് വരുന്ന ആൽഫബറ്റ്സ് അത്തരത്തിലുള്ള ഡേറ്റയൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡേറ്റ ടൈപ്പാണ് CHAR എന്ന ഡേറ്റ ടൈപ്പ്. CHARൻ്റെ സൈസ് എന്ന് പറയുന്നത് 1 ബൈറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ 2 ബൈറ്റ്സ് ആയിരിക്കും. നോർമലി 2 ബൈറ്റ്സിലൊക്കെ ആയിരിക്കും അവൈലബിൾ ആയിരിക്കുന്നത്, 1ലും കിട്ടാം. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ മെയിൻലി നമ്മുടെ നമ്പേഴ്സാണ്. ന്യൂമറിക് ആയിട്ടുള്ള നമ്പേഴ്സ് അല്ലെങ്കിൽ ന്യൂമറിക് ആയിട്ടുള്ള വാല്യൂസ് തന്നെയാണ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. നമ്പർ എന്ന് പറയുമ്പോൾ ഹോൾ നമ്പറും കാണും, ഡെസിമൽ പോയിന്റ് ഉള്ള നമ്പേഴ്സും കാണും. അതുകൊണ്ട് തന്നെ ഇൻ്റഗ്രൽ 2 ടൈപ്പ് ഉണ്ട്. അഗെയിൻ ഇൻ്റഗ്രൽ ഡേറ്റ ടൈപ്പ് ഈസ് ക്ലാസിഫൈഡ് ഇൻറ്റു ഇൻറ്റിജർ ഡേറ്റ ടൈപ്പ് ആൻഡ് ഫ്ലോട്ടിംഗ് പോയിന്റ് ഡേറ്റ ടൈപ്പ്. ഇൻറ്റിജർ എന്ന് പറയുമ്പോൾ ഹോൾ നമ്പർ ആയിരിക്കും വരുന്നത്, 100, 200, 300 അങ്ങനെയുള്ള, അല്ലെങ്കിൽ 10, 20 എന്നൊക്കെ പറയുന്ന ഹോൾ നമ്പേഴ്സ്. പോയിന്റ് ഇല്ലാത്ത നമ്പേഴ്സ് അല്ലെങ്കിൽ ഡെസിമൽ പോയിന്റ് ഇല്ലാത്ത നമ്പേഴ്സിനെയാണ് ഇൻറ്റിജർ എന്ന് പറയുന്നത്. ഇനി പോയിന്റ് ഉള്ള നമ്പേഴ്സാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 24.5 അല്ലെങ്കിൽ 100.32 ഇങ്ങനെയൊക്കെ പോയിന്റ് ഉള്ള നമ്പേഴ്സ്, ഡെസിമൽ പോയിന്റ് ഉള്ള നമ്പേഴ്സിന് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് എന്ന് പറയും. അപ്പോൾ ഇൻറ്റിജർ എന്ന ടൈപ്പിനുള്ളിൽ 4 ഡേറ്റ ടൈപ്സ് ആണ് ജാവയിലുള്ളത്: ബൈറ്റ്, ഷോർട്ട്, ഇൻറ്റ്, ലോങ്. ഇതിൽ ഷോർട്ട്, ഇൻറ്റ്, ലോങ് ഒക്കെ നമ്മൾ C++ ഉപയോഗിക്കുന്ന സെയിം കൺസെപ്റ്റ് തന്നെയാണ്. ബൈറ്റ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ഡേറ്റ ടൈപ്പും കൂടെ ജാവയിലുണ്ട്. അപ്പോൾ ബൈറ്റ്, ഷോർട്ട്, ഇൻറ്റ്, ലോങ് ഇത്രയുമാണ് ഇൻറ്റിജർ ഡേറ്റ ടൈപ്പിനുള്ളിൽ വരുന്ന 4 ജാവ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഇതിൽ ഇൻറ്റ് എന്ന് പറയുന്നത് നോർമലി എല്ലാ പ്രോഗ്രാമിലും ന്യൂമറിക് ഡേറ്റ റെപ്രസെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇൻറ്റ്. ബൈറ്റ്, ഷോർട്ട്, ലോങ് എന്ന് പറയുന്നതും യൂസ് ചെയ്യാം. ഈ 4 ഡേറ്റ ടൈപ്പുകൾ തമ്മിൽ സൈസിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇൻറ്റ് പറയുകയാണെങ്കിൽ ഇൻറ്റിൽ നമുക്ക് 4 ബൈറ്റ് ഡേറ്റ സ്റ്റോർ ചെയ്യാം.
4നെക്കാട്ടി കൂടുതൽ ബൈറ്റ്സ് വന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ലോങ് എന്ന് പറയുന്നതിൽ 8 ബൈറ്റ് സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഈ ബേസിക് ആയിട്ടുള്ള ഡേറ്റ ടൈപ്പിലൊക്കെ സൈസിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ 4 ബൈറ്റ്, ലോങ്ങിലാണെങ്കിൽ 8 ബൈറ്റ് ഡേറ്റ സ്റ്റോർ ചെയ്യാം, ഷോർട്ടിലാണെങ്കിൽ 2 ബൈറ്റ്സ് ഓഫ് ഡേറ്റ സ്റ്റോർ ചെയ്യാം, ബൈറ്റ് എന്ന ഡേറ്റ ടൈപ്പിലാണെങ്കിൽ 1 ബൈറ്റ് ഡേറ്റ സ്റ്റോർ ചെയ്യാം. അങ്ങനെ സൈസിലാണ് ഇത് വ്യത്യാസം വരുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻ്റഗ്രലിൽ തന്നെയുള്ള സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ് ആണ്. ആസ് ഐ ടോൾഡ് ഏർലിയർ, ഡെസിമൽ പോയിന്റ്സ് ഉള്ള ഡേറ്റ ടൈപ്പിനെയാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. അതിനുള്ളിൽ 2 എണ്ണമാണ് ജാവയിൽ വരുന്നത്, ഫ്ലോട്ടും ഡബിളും. ഫ്ലോട്ടും ഡബിളും തമ്മിൽ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ തന്നെ സൈസിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഫ്ലോട്ടിൽ 4 ബൈറ്റ്സ് ഉള്ള ഡേറ്റയും ഡബിളിൽ 8 ബൈറ്റ്സ് ഉള്ള ഡേറ്റയും സ്റ്റോർ ചെയ്യാൻ പറ്റും. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ബേസിക്കലി ഡേറ്റ ടൈപ്സ് ഇൻ ജാവ ആർ ക്ലാസിഫൈഡ് ഇൻറ്റു 2, primitive data types and non-primitive data types. In primitive there are again classified into 2, numeric and boolean. Numerical again integral and character, integral, integer, floating. Then non-primitive string, array, class, etc. ഇനിയും കുറച്ച് ടൈപ്പ് കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഹോൾ ഡേറ്റ ടൈപ്പിൽ നമ്മൾ കൂടുതലായിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് പ്രോബ്ലത്തിലൊക്കെ യൂസ് ചെയ്യാറുള്ളത് ഇൻറ്റ്, ഫ്ലോട്ട്, ക്യാർ ഇങ്ങനെയുള്ള ഡേറ്റ ടൈപ്സ് ഒക്കെയാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ളതും ഉപയോഗിക്കാറുണ്ട്, കോമൺലി യൂസ് ചെയ്യുന്നത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇൻറ്റിൻ്റെയും ഫ്ലോട്ടിൻ്റെയും സൈസ് 4 ആണ്, ക്യാറിൻ്റെ സൈസ് 2 ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നോക്കി വയ്ക്കേണ്ടത്. നോൺ പ്രിമിറ്റീവിന് സൈസ് സ്പെസിഫൈഡ് അല്ല, പ്രീ ഡിഫൈൻഡ് അല്ല, നമ്മൾ യൂസർ കൊടുക്കുന്ന അത്ര സൈസ് വരും. ഡേറ്റ ടൈപ്സിൻ്റെ സൈസ് നോക്കാം. അപ്പോൾ ഓൾറെഡി പറഞ്ഞതുപോലെ ഡേറ്റ ടൈപ്പ് ജാവയിൽ 2 ടൈപ്പാണുള്ളത്, പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പ് ആൻഡ് നോൺ പ്രിമിറ്റീവ്. നോൺ പ്രിമിറ്റീവിന് റെഫറൻസ് ടൈപ്പ് എന്നും പറയും, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പ്രിമിറ്റീവിലുള്ള മെയിനായിട്ട് നമ്മൾ പഠിച്ചതിൻ്റെ സൈസ്, നമ്മൾ സൈസ് ഡേറ്റ ടൈപ്പിനെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഫസ്റ്റ് വൺ ബൈറ്റ് എന്ന ഡേറ്റ ടൈപ്പിൻ്റെ സൈസ് 1 ബൈറ്റ്സ് ആണ്. ഷോർട്ടിൻ്റെത് 2 ബൈറ്റ്സ്, ഇൻറ്റ് 4 ബൈറ്റ്സ്, ലോങ് 8 ബൈറ്റ്സ്, ഫ്ലോട്ട് 4 ബൈറ്റ്സ്, ഡബിൾ 8 ബൈറ്റ്സ്, ബൂളിയൻ 1 ബിറ്റ്, ക്യാർ 2 ബൈറ്റ്സ്. ബൂളിയന് 1 ബിറ്റ് വരാൻ കാരണം ഓൾറെഡി പറഞ്ഞു, ബൂളിയൻ എന്ന് പറഞ്ഞാൽ ട്രൂ ഓർ ഫോൾസ് വാല്യൂ ആണ് സ്റ്റോർ ചെയ്യുന്നത്. ട്രൂ അല്ലെങ്കിൽ ഫോൾസ് മാത്രം, 2 ആൻസർ മാത്രമേ ബൂളിയനിൽ ഹോൾഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ട്രൂ ആണെങ്കിൽ 1 എന്നും ഫോൾസ് ആണെങ്കിൽ 0 എന്നും ഉള്ള ബൈനറി നമ്പർ യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ബൂളിയൻ ഡേറ്റ ടൈപ്പ്. അതുകൊണ്ടാണ് അപ്പോൾ ഐദർ 1 അല്ലെങ്കിൽ 0 മാത്രമേ കാണുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും 1 ബിറ്റ് മാത്രം ബൂളിയൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടി മതി. ഇനി ക്യാരക്ടറിനും ഷോർട്ടിനും 2 ബൈറ്റ്സ് ആയിരിക്കും, ഇൻറ്റും ഫ്ലോട്ടും 4 ബൈറ്റ്സ് ആയിരിക്കും, ലോങ്ങും ഡബിളും 8 ബൈറ്റ്സ് ആണ്. ബൈറ്റ് എന്ന് പറഞ്ഞാൽ 1 ബൈറ്റ്സ് ആയിരിക്കും, ബൂളിയൻ 1 ബിറ്റ് ആണ്. ബൈറ്റും ബിറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്, കൺഫ്യൂഷൻ ആവരുത്. അപ്പോൾ ഇത്രയാണ് പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പിൻ്റെ സൈസ്. ജാവയിൽ സെക്കൻഡ് ടൈപ്പ് ഓഫ് ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് നോൺ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സ് ആണ്. അതിൽ നമ്മൾ മെയിനായിട്ട് പഠിച്ചത് സ്ട്രിങ്, അറേ, ക്ലാസ്സസ് ഇതൊക്കെയാണ്. ഇതിനൊക്കെ ഫിക്സഡ് സൈസ് ഇല്ല. നമ്മളിപ്പം സ്ട്രിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ സ്ട്രിങ്ങിനുള്ളിൽ സേവ് ചെയ്യുന്ന ഡേറ്റ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹലോ എന്നൊരു ഡേറ്റയാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ HELLO എന്നുള്ളതിന് 5 ക്യാരക്ടേഴ്സ് ആണുള്ളത്. സോ 5 ക്യാരക്ടേഴ്സും പ്ലസ് ഒരു നൾ വാല്യൂവും കൂടെ ചേർത്തിട്ട് ആയിരിക്കും അതിൻ്റെ സ്റ്റോറേജ് വരുന്നത്. അറേ ആണെങ്കിൽ അങ്ങനെയാണ്, നമ്മൾ എത്ര ഡേറ്റയാണ് അറേയിൽ സ്റ്റോർ ചെയ്യുന്നത് അതനുസരിച്ച് അറേയുടെ സൈസ് മാറും. ക്ലാസ് ആണെങ്കിൽ നമ്മൾ ക്ലാസ്സിനുള്ളിൽ ഡിക്ലെയർ ചെയ്യുന്ന ഡേറ്റ മെമ്പേഴ്സിനെയും ഡേറ്റ മെമ്പർ ഫംഗ്ഷൻസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അതിന് സൈസ് ഇരിക്കുന്നത്. ഈ 3 ഡേറ്റ ടൈപ്പിനും സൈസ് എന്ന് പറയുന്നത് ഫിക്സഡ് അല്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടത് ജാവയിൽ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്സ് ആണ്. 2 ടൈപ്പ് പഠിച്ചു, അതിനുള്ള സൈസ് പഠിച്ചു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കൂടുതൽ ജാവയുടെ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.